Welcome to the third class of Vector Calculus. ഇപ്പോൾ നമുക്ക് പൊസിഷൻ വെക്റ്റർ എങ്ങനെയാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എടുക്കുന്നത് നോക്കാം. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമുക്ക് പൊസിഷൻ വെക്റ്റർ ആറിനെ ഇങ്ങനെ എഴുതാം: എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് സെഡ് സെഡ് ക്യാപ്. ദിസ് ക്യാപ്സ് റെപ്രസെൻറ്റ്സ് ദ യൂണിറ്റ് വെക്റ്റേഴ്സ് അലോങ് ദാറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, ഇവിടെ നോർമലി ചിലപ്പോൾ നമ്മൾ ഐ ജെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ നമ്മുടെ ഈ ടെക്സ്റ്റിൽ എല്ലായിടത്തും നമ്മൾ എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് എന്നാണ് യൂസ് ചെയ്യുന്നത് അർത്ഥം. ആൻഡ് ദിസ് എക്സ് ഈസ് ദി എക്സ് കമ്പോണൻറ്റ്, വൈ ഈസ് ദി വൈ കമ്പോണൻറ്റ് ആൻഡ് സെഡ് ഈസ് ദി സെഡ് കമ്പോണൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു വെക്റ്റർ ആറിൻ്റെ പൊസിഷൻ വെക്റ്റർ ആറിൻ്റെ എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് ആൻഡ് സെഡ് കമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ വെക്റ്ററിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആർ ഡോട്ട് ആർ വിൽ ബി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. സോ ദാറ്റ് നമുക്ക് ആറിനെ എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ആർ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സിനെയും ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? കമ്പോണൻസിന് സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. സോ ദിസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പൊസിഷൻ വെക്റ്റർ ആർ is equal to x square plus y square plus z square. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രിഫിത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നൊട്ടേഷൻസിലും ഇങ്ങനെ ബോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ കട്ടി കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ്സ് എ വെക്റ്റർ. ഇങ്ങനെ കട്ടി കുറച്ച് ഓർഡിനറി ലെറ്റേഴ്സിലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ this magnitude of r is equal to root of x square plus y square plus z square. ഇനി ഇതിനെ തന്നെ നമ്മളുടെ ബുക്കിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും എഴുതാൻ നല്ലത് നമുക്ക് എന്ത് ചെയ്യാം? വെക്റ്റർ ആറിൻ്റെ മുകളിൽ ഒരു ആരോ കൊടുക്കുക. നമ്മൾ സാധാരണ ആരോ കൊടുക്കാറുണ്ടല്ലോ, അതേപോലെ ഒരു ആരോ കൊടുക്കുക, വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരോ കൊടുക്കുക. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ആരോ ഇല്ലാതെയും കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ഗ്രിഫിത്തിൽ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി സോ what is position vector? This is the distance from the origin to that point. ഏത് പൊസിഷനാണോ ഏത് പോയിൻ്റാണോ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ കാണിക്കുന്ന വെക്റ്റർ, അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നുള്ള നമ്മുടെ ഈ വെക്റ്റർ നമ്മൾ പറയുന്ന പേരാണല്ലോ പൊസിഷൻ വെക്റ്റർ അല്ലേ? ഇനി അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ് വെക്റ്റർ അലോങ് ദാറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? സോ ഇതിൻ്റെ വെക്റ്ററിനെ ടോട്ടൽ വെക്റ്റർ ഡിവൈഡഡ് ബൈ ദാറ്റ് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കിട്ടും. യൂണിറ്റ് വെക്റ്റർ മീൻസ് എ വെക്റ്റർ with unit magnitude, with magnitude 1 along that direction. ഇവിടെ വരച്ചത് കണ്ടല്ലോ അല്ലേ? സോ ദിസ് ഈസ് ദി ആർ ക്യാപ് ഓർ യൂണിറ്റ് വെക്റ്റർ ഓഫ് ആർ. സോ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ മാത്തമാറ്റിക്കലി? ആർ ക്യാപ് ഈക്വൽ ടു വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ്. സോ വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ദി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഗ്രിഫിത്ത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു സ്പെഷ്യൽ നൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ സാധാരണ നമ്മുടെ ഡിഫറൻഷ്യൽ എലമെൻറ്റ് അലോങ് ദ ഡയറക്ഷൻ ആർ നമ്മൾ സാധാരണ ഡി ആർ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. വെരി സ്മോൾ ചേഞ്ച് ഇൻ ആർ നമ്മൾ ഡി ആർ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം ഗ്രിഫിത്തിൽ നമ്മൾ അതിന് പകരം നമ്മൾ ഡി ആറിന് ഈക്വലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡി എൽ. ദിസ് ഈസ് ഡി എൽ, നോട്ട് ഡി ഐ. ഡി സ്മോൾ ലെറ്റർ എല്ലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, വെക്റ്റർ ആണ്. സോ വെക്റ്റർ ഡി എൽ നമ്മൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് വെക്റ്റർ ഡി എൽ ക്യാപ്പ് എന്ന് എഴുതണേ. സോ ഡി എൽ ക്യാപ്സ് ഈക്വൽ ടു ഡി എൽ ക്യാപ്പ് അല്ല, ഡി എൽ ആരോ എന്ന് എഴുതണം. ഡി എൽ ആരോസ് ഈക്വൽ ടു ഡി എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡി വൈ വൈ ക്യാപ് പ്ലസ് ഡി സെഡ് സെഡ് ക്യാപ്. സോ ഇങ്ങനെ ദിസ് ഈസ് ആക്ച്വലി ഡി ആർ, ദിസ് ഡി ആർ ദ സെയിം ഡി ആർ, ബട്ട് ഇവിടെ നമ്മൾ ഡി എൽ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതിന് കാരണം പറയാം. സോ ദിസ് ഡി എൽ ഇസ് ഈക്വൽ ടു so this dr is equal to dx x cap plus dy y cap plus dz z cap. നമ്മൾ ഓർഡിനറി പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ്, ബട്ട് ഡി ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ ഡി എൽ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഓക്കെ, ഇനി നോക്കൂ, ജനറലി നമുക്ക് ഡൈനാമിക്സിലും അതുപോലെ മറ്റു ഫീൽഡുകളുടെ കേസിലൊക്കെ വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും, റെഫറൻസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മളെപ്പോഴും 0 ഒറിജിൻ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. നമ്മളെടുക്കുന്ന ഒറിജിനിൽ നിന്നും നമ്മുടെ സോഴ്സ് പോയിന്റിലേക്കുള്ള, ഫോർ എക്സാമ്പിൾ ഇത് ക്യൂ എന്ന് പറയുന്ന
ചാർജ് ആണെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ ചാർജ് ആണല്ലോ. സോ ഈ പോയിന്റ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണെങ്കിൽ ഈ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് അതിനെ സോഴ്സ് പോയിന്റ് അല്ലെങ്കിൽ ഇതിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെ സോഴ്സ് പോയിന്റ് അല്ലെങ്കിൽ ആർ പ്രൈം എന്ന് പറയാം. വെക്ടർ ആർ പ്രൈം, ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ടു ദി സോഴ്സ് പോയിന്റ് ഈസ് ആർ പ്രൈം. ദെൻ അതേപോലെ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഏത് പോയിന്റിലാണോ നമുക്ക് ഫീൽഡ് കിട്ടേണ്ടത്, സേ അറ്റ് ദിസ് പോയിന്റ്. സോ ദിസ് പോയിന്റ് ഈസ് വെക്ടർ ആർ, ദാറ്റ് ഈസ് ദി ഫീൽഡ് പോയിന്റ് വെക്ടർ ആർ, ഫീൽഡ് പോയിന്റ് വെക്ടർ ആർ. ബട്ട് ഇവിടെ ഈ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലസ് ക്യൂ ചാർജ് ആയിരുന്നെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എങ്ങനെയായിരിക്കും? ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² എന്നായിരിക്കും ക്യാപിറ്റൽ ഇ വരുന്നത്. Q/r² എന്നായിരിക്കും വരുന്നത്. വേർ വാട്ട് ഈസ് ആർ? ആർ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the source, the charge and this point. That is, this vector or this distance is r and the direction is also along this direction. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഈ സോഴ്സിൽ നിന്നും പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇങ്ങോട്ട് പുറത്തേക്കുള്ള ഔട്ട്വാർഡ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയിട്ടായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെക്ടറിനെ മീൻസ് ഈ വെക്ടർ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിൻ്റെ ഡിഫറൻസ് ആണല്ലോ ഈ വെക്ടർ അല്ലേ. ഈ ആർ പ്രൈമിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ വെക്ടർ കിട്ടുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് ഈ പോയിന്റിനെ, സോഴ്സ് പോയിന്റിനെ നമ്മൾ ഒറിജിനായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആറും അതേപോലെ ഈ ആറും ഒന്നായിട്ട് മാറും, രണ്ടും സെയിം ആണ്. ഇവിടെ ഈ ആർ പ്രൈം 0 ആണെങ്കിൽ ദിസ് ആർ ബിക്കം ദിസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആർ, ദിസ് ആർ ബിക്കംസ് ദി സെയിം ആർ, ദിസ് സെപ്പറേഷൻ വെക്ടർ ബിക്കംസ് the same r. ഓക്കെ, സോ അതാണ് നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളത്, പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇൻ ജനറൽ അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ എടുക്കുന്ന ഒറിജിൻ മറ്റൊരു പോയിൻ്റ് ആണെങ്കിൽ, ഈ സോഴ്സ് പോയിൻ്റ് അല്ലാതെ മറ്റൊരു പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സെപ്പറേഷൻ വെക്ടർ ദിസ് ആർ is equal to this vector, this field vector minus the source vector or field point മൈനസ് ദി സോഴ്സ് പോയിന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് നമുക്ക് ഇങ്ങനെ അതിൻ്റെ മോഡ് എടുത്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കേണ്ടി വരും അല്ലേ. ഓക്കെ, സോ വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ്? സോ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്, ഹിയർ ഇറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആദ്യം യൂണിറ്റ് വെക്ടർ കാണാം. യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണും? സോ ദിസ് ആർ ഡിവൈഡഡ് ബൈ ദ വെക്ടർ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ദ വെക്ടർ ഈസ് ആർ മൈനസ് ആർ ക്യാപ് ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഈസ് ആർ മൈനസ് ആർ ക്യാപ് മോഡ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ. സോ ദിസ് വെക്ടർ ഡിവൈഡഡ് ബൈ ദിസ് മാഗ്നിറ്റ്യൂഡ്. സോ ദിസ് ഈസ് ദി യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് ഡയറക്ഷൻ, മീൻസ് യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് ഡയറക്ഷൻ, ഇതേ ഡയറക്ഷനിൽ വരുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു യൂണിറ്റ് വെക്ടർ ആണെന്ന് അർത്ഥം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി പണ്ട് നമുക്കറിയാവുന്ന റിസൾട്ടുകളായിരിക്കും എപ്പോൾ കിട്ടുക. ഇഫ് ദിസ് ആർ ക്യാപ് മീൻസ് ദിസ് സോഴ്സ് പോയിന്റ് ഈസ് 0, മീൻസ് ഇതിൻ്റെ ഒറിജിൻ ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക, ദിസ് ആർ ഡിവൈഡഡ് ബൈ ദിസ് ആർ, ദ സെയിം ആർ എന്ന് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ ഈ ആർ പോയിൻറ്റിനെ മീൻസ് നമ്മുടെ ഈ ആർ ക്യാപ്പ് പോയിൻറ്റിനെ സോഴ്സ് വെക്റ്റർ ആർ ക്യാപ്പിനെ നമ്മൾ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം കൊണ്ടും ഈ പോയിൻറ്റിനെ നമ്മൾ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം കൊണ്ടും അതേപോലെ ഈ പോയിൻ്റ് നമ്മുടെ ഫീൽഡ് പോയിൻറ്റിനെ എക്സ് വൈ സെഡ് കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെപ്പറേഷൻ വെക്റ്റർ ആറിനെ എങ്ങനെ എഴുതാം? സെപ്പറേഷൻ വെക്റ്റർ ആർ ദെൻ വിൽ ബി എക്സ് മൈനസ് എക്സ് പ്രൈം വൈ മൈനസ് വൈ പ്രൈം സെഡ് മൈനസ് സെഡ് പ്രൈം ദെൻ എക്സ് ക്യാപ് വൈ ക്യാപ് ആൻഡ് സെഡ് ക്യാപ്. ഫ്രം ദിസ് വെക്റ്റർ ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു വെക്റ്ററിനെ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെന്നർത്ഥം. ഓക്കെ, ഡയറക്റ്റായിട്ട് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? സെപ്പറേഷൻ വെക്റ്ററിനെ ഇങ്ങനെ കിട്ടുന്നു. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇനി വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് സോ എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ്, സെഡ് കമ്പോണൻ്റ്.
സോ അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് സെപ്പറേഷൻ വെക്റ്റർ ആർ is equal to എക്സ് മൈനസ് എക്സ് ക്യാപ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ ക്യാപ് ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് ക്യാപ് ഹോൾ സ്ക്വയർ. ഓക്കെ, സോ യൂണിറ്റ് വെക്റ്റർ ഇവിടെ നമ്മൾ എഴുതിയതുപോലെ യൂണിറ്റ് വെക്റ്റർ നമുക്ക് എങ്ങനെ എഴുതാം? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ ആർ ക്യാപ് is equal to this r divided by this magnitude r, means this r divided by this magnitude, so this one. Okay, so this is the എങ്ങനെയാണ് നമ്മുടെ വെക്റ്റേഴ്സ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെക്റ്റർ കമ്പോണൻസ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു, വെക്റ്റർ കമ്പോണൻസ് എന്തായിട്ട് മാറുന്നു, അതായത് വെക്റ്റർ തന്നെ എന്തായിട്ട് മാറുന്നു എന്നർത്ഥം. സോ ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് എടുക്കാം. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേസ് നോക്കൂ, ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു ZY പ്ലെയിൻ ആണ്. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് ആക്ച്വലി ഔട്ട്വാർഡ് ദ പ്ലെയിൻ, ഔട്ട്വാർഡ് ദ വിൻഡോ. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വിൻഡോയിൽ നിന്നും പുറത്തേക്കുള്ള ഡയറക്ഷനാണ് നമ്മുടെ എക്സ് പ്ലെയിൻ. സോ ഇവിടെ ZY പ്ലെയിൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ എക്സ് ഡയറക്ഷൻസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷന് ചുറ്റും, എക്സ് ആക്സിസിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ 5 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ്, 5 ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ നോക്കൂ, ഓൾറെഡി വൈ ഡയറക്ഷൻ എടുക്കുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ്, സെഡ് ഡയറക്ഷൻ എടുക്കുന്നത് ഇങ്ങനെ ഈ വെർട്ടിക്കലായിട്ടാണ്. ഈ സിസ്റ്റത്തിനെ, ഈ കാർട്ടീഷ്യൻ സിസ്റ്റത്തിനെ എക്സ് ആക്സിസിൻ്റെ എറൗണ്ടായിട്ട്, എക്സ് ആക്സിസിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, 5 ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഈ വൈ പ്രൈമായിട്ട് മാറി ഇവിടെ എത്തുന്നു, സെഡ് 5 ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് സെഡ് പ്രൈമായിട്ട് മാറി ഇങ്ങോട്ട് എത്തുന്നു. സോ നമ്മുടെ വൈ പ്രൈം, പുതിയ ആക്സിസുകൾ ഇവിടെ എങ്ങനെയാണ്, വൈ പ്രൈം ആൻഡ് സെഡ് പ്രൈം. എക്സിന് മാറ്റമൊന്നും വരുന്നില്ല, അങ്ങനെ എക്സിൻ്റെ ചുറ്റുമാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ എക്സ് പ്രൈം വിൽ ബി അഗെയിൻ എക്സ് പ്രൈം വിൽ ബി ഈക്വൽ ടു എക്സ്. സോ എക്സിന് മാറ്റം ഒന്നും തന്നെ വരുന്നില്ല. നമ്മളെ വെക്റ്റർ നമ്മൾ മാറ്റമൊന്നുമില്ല, വെക്റ്റർ അവിടെ നിൽക്കുന്നു. വെക്റ്ററിനെ അവിടെ അതേ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ സിസ്റ്റത്തിനെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. സോ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്റ്റർ കമ്പോണൻസിന് എന്ത് സംഭവിക്കുന്നു, ദാറ്റ് ഈസ് ദി വെക്റ്റർ ട്രാൻസ്ഫോം. ഓക്കെ, സോ നമ്മുടെ പുതിയ AY എന്തായിരിക്കും എന്ന് നോക്കാം. ഓൾറെഡി ഉണ്ടായിരുന്ന AY എന്തായിരുന്നു, നമ്മുടെ വൈ ആക്സിസിനും അതേപോലെ വെക്റ്റർ എക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. സോ അതുകൊണ്ട് തന്നെ AY കമ്പോണൻ്റ് എന്തായിരിക്കും കിട്ടുക, A cos തീറ്റ. സോ ദിസ് Z കമ്പോണൻറ്റ് വിൽ ബി A sin തീറ്റ. AZ is equal to A sin തീറ്റ. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമുക്കറിയാം 90 മൈനസ് തീറ്റ ആയിരിക്കും വരിക. സോ A sin തീറ്റ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, മീൻസ് എക്സ് പ്രൈം, സെഡ് പ്രൈം, വൈ പ്രൈം അല്ലെങ്കിൽ വൈ പ്രൈം, സെഡ് പ്രൈം, എക്സ് പ്രൈം കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ വെക്റ്റർ എയുടെ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, എന്തൊക്കെയായിരിക്കും വരിക നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കമ്പോണൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ വൈ പ്രൈമിൻ്റെയും വെക്റ്റർ എയുടെയും ഇടയിലുള്ള ആംഗിൾ കിട്ടണം. സോ ഇവിടെ നോക്കൂ, വൈ പ്രൈമിൻ്റെയും വെക്റ്റർ എയുടെയും ഇടയിലുള്ള ആംഗിൾ, പുതിയ ആംഗിൾ നോക്കൂ, ദാറ്റ് ഈസ് തീറ്റ പ്രൈം. ദിസ് ഈസ് തീറ്റ പ്രൈം. അതേപോലെ തന്നെ സെഡ് പ്രൈമിൻ്റെയും വെക്റ്റർ എയുടെയും ഇടയിലുള്ള ആംഗിൾ, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 90 മൈനസ് തീറ്റയോട് കൂടി കൂടി ഈ 5 ആംഗിൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു അല്ലേ. സോ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് 90 മൈനസ് തീറ്റ പ്രൈം. ഇത് തീറ്റ പ്രൈം ആണെങ്കിൽ ദിസ് വിൽ ബി 90 മൈനസ് തീറ്റ പ്രൈം. സോ അതുകൊണ്ട് നമുക്ക് പുതിയ വൈ കമ്പോണൻറ്റിന്, വൈ പ്രൈം കമ്പോണൻറ്റിന് എങ്ങനെ എഴുതാം, AY പ്രൈം എന്ന് എഴുതാം. AY പ്രൈം is equal to A cos theta prime. Very simple, A cos theta prime. Similarly, the Z component is, Z prime component is A sin theta prime. A sin theta prime. ഓക്കെ, ഇനി നമുക്ക് ഈ ഫൈയുടെയും തീറ്റയുടെയും ടേംസിലാക്കിയിട്ട് നമ്മുടെ AY പ്രൈമിനെയും AZ പ്രൈമിനെയും എങ്ങനെ എഴുതാൻ നോക്കാം. വാട്ട് ഈസ് തീറ്റ പ്രൈം ഇൻ ടേംസ് ഓഫ് തീറ്റ ആൻഡ് ഫൈ? സോ ദിസ് ഈസ് ദി ടോട്ടൽ ആംഗിൾ ഈസ് തീറ്റ. Then this is the rotated angle is phi. Then what is theta prime? Theta prime is equal to theta minus phi. So നമുക്കിവിടെ ഈ കോസ് തീറ്റ പ്രൈമിൽ ഈ തീറ്റ പ്രൈമിനെ തീറ്റ മൈനസ് ഫൈ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെയും
തീറ്റ പ്രൈമിനെ തീറ്റ മൈനസ് 5 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. നമ്മൾ ഓർഡിനറി കോസ് തീറ്റ കോസ് എ മൈനസ് ബി കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഈസ് എ കോസ് തീറ്റ കോസ് 5 സൈൻ തീറ്റ സൈൻ 5 അല്ലേ. ബട്ട് നമുക്കെന്തറിയാം, വാട്ട് ഈസ് എ കോസ് തീറ്റ? എ കോസ് തീറ്റ ഈസ് എ വൈ. അതേപോലെ തന്നെ വാട്ട് ഈസ് എ സൈൻ തീറ്റ? എ സൈൻ തീറ്റ ഈസ് എ സെറ്റ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഈ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എ വൈ പ്രൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ കോസ് തീറ്റ കോസ് 5 എന്നതിനെ എ വൈ കോസ് 5 എന്ന് എഴുതാം. അതേപോലെ എ സൈൻ തീറ്റ സൈൻ 5 എന്നതിനെ എ സെഡ് സൈൻ 5 എന്നും എഴുതാം. അതേപോലെ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സൈൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളിൽ മൈനസ് ആണല്ലോ വരിക. ദാറ്റ് ഈസ് എ സൈൻ തീറ്റ തീറ്റ സൈൻ തീറ്റ മൈനസ് 5 സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ദാറ്റ് ഈസ് എ സൈൻ തീറ്റ കോസ് 5 മൈനസ് കോസ് തീറ്റ സൈൻ 5. സോ ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എ സൈൻ തീറ്റ ഈസ് എ സെഡ് ആൻഡ് എ കോസ് തീറ്റ ഈസ് എ വൈ. സോ നമുക്കിതിനെങ്ങനെ ഈ ടേമിനെ വൈത്ത് കമ്പോണൻറ്റ് നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് മൈനസ് സൈൻ 5 അല്ലേ, ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് സോ എ കോസ് തീറ്റ ഈസ് എ വൈ, then the sin 5 is there. So minus sin 5 ay plus cos 5 az. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാട്രിക്സ് ഫോമിൽ ഈ ട്രാൻസ്ഫോർമേഷനെ മാട്രിക്സ് ഫോമിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. എ വൈ പ്രൈം എ സെഡ് പ്രൈം ഈക്വൽ ടു ഇതൊരു കോളം വെക്റ്റർ പോലെയാണ്. എ വൈ പ്രൈം എ സെഡ് പ്രൈം ഈക്വൽ ടു നോക്കൂ cos 5 sin 5 minus sin 5 cos 5 into ay z. സോ ഈ മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തന്നെയല്ലേ കിട്ടുക. നോക്കൂ, ഇവിടെ cos 5 into ay sin 5 into az, that is ay prime is equal to cos 5 into ay sin 5 into az. സെയിം. അതേപോലെ തന്നെ az prime is equal to minus sin 5 into ay കോസ് 5 ഇൻറ്റു എസ്. നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നോക്കിയാൽ മതി. സോ മാട്രിക്സ് ഫോമിൽ ഏറ്റവും സിംപ്ലറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ എഴുതാം എന്നർത്ഥം. സോ 3 ഡയമെൻഷണൽ കേസ് ആകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. മീൻസ് നമ്മൾ 3 ആക്സിസുകളും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി എക്സ് ആക്സിസിന് എബൌട്ടായിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി എക്സ് ആക്സിസും ചേഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുമായിരുന്നു. മീൻസ് ഈ മാട്രിക്സ് ഒരു 3x3 മാട്രിക്സ് ആയിട്ട് മാറുമായിരുന്നു എന്നർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി വെക്റ്റർ ട്രാൻസ്ഫോം. ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള ഈ ഐഡിയ മാത്രം തൽക്കാലം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, ഒരു സിമ്പിൾ അസൈൻമെൻ്റ് ആണ്. ഫൈൻഡ് ദ സെപ്പറേഷൻ വെക്റ്റർ ആർ ഫ്രം ദ സോഴ്സ് പോയിൻറ്റ് ടു ദ ഫീൽഡ് പോയിൻറ്റ്. നേരത്തെ നമ്മൾ സോഴ്സ് പോയിൻറ്റും അതേപോലെ ഫീൽഡ് പോയിൻറ്റും പറഞ്ഞല്ലോ. സോ സോഴ്സ് പോയിൻറ്റിൽ നിന്നും ഫീൽഡ് പോയിൻറ്റിലേക്കുള്ള പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ 2 8 7 മീൻസ് ഒറിജിനിൽ നിന്നുമുള്ള വെക്റ്റേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെങ്ങനെ എഴുതാം, 2x ക്യാപ് പ്ലസ് 8y ക്യാപ് പ്ലസ് 7z ക്യാപ്. ഇവിടെയും അതേപോലെ എഴുതാം അല്ലേ. ഇപ്പോൾ ഈ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, നമ്മോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സെപ്പറേഷൻ വെക്റ്റർ കാണാം, എങ്ങനെ കാണാം, ഇതിന് ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. ഡിഫറൻസ് ശ്രദ്ധിച്ചെടുക്കണം. ദെൻ ഡിഫറൻസ് എടുക്കുക, ഡിഫറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ കണ്ട് യൂണിറ്റ് വെക്റ്ററും കാണണം. മാഗ്നിറ്റ്യൂഡ് കാണണം, യൂണിറ്റ് വെക്റ്റർ കാണണം. ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്, അപ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.